ഞാൻ ഡോക്ടർ നജമുദ്ദീൻ, ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഇൻ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ. ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വന്ധ്യതയെക്കുറിച്ചാണ്. വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഒരു മാരീഡ് കപ്പിൾ 1 year ആയിട്ട് അവർ ഒരു കോൺട്രാസെപ്ഷൻ ഒന്നും യൂസ് ചെയ്യാതെ അവർ കൺസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് ഫീമെയിലിൻ്റെ ഏജ് 35 years എബോവ് ആണെങ്കിൽ 6 months കാലാവധിക്ക് ഉള്ളിൽ തന്നെ അത് നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാം. ഇതിനെ രണ്ട് ടൈപ്പ് ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. ഒന്ന് പ്രൈമറി, ഒന്ന് സെക്കൻഡറി. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തവണ പോലും ഗർഭം ധരിക്കാത്ത അവസ്ഥക്കാണ് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുക. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ഗർഭം ധരിച്ച് പിന്നീട് ഗർഭിണിയാവാത്തൊരവസ്ഥ, ഇതിനാണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത മറ്റ് അസുഖങ്ങളെപ്പോലെയല്ല. ഈ ഒരു അവസ്ഥ ഇത് അനുഭവിക്കുന്ന, അതായത് ഈ കപ്പിൾസ് തന്നെ ഡയഗ്നോസ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് വരിക. കാരണം ഡോക്ടർക്ക് പ്രത്യേകിച്ച് ഇത് ഇൻഫെർട്ടിലിറ്റി ഡയഗ്നോസ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്കിത് കൺസീവ് ചെയ്യണില്ല, 2 വർഷമായി അല്ലെങ്കിൽ ഇത്ര വർഷങ്ങളായി എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ അവരെന്നെ ഡയഗ്നോസ് ചെയ്ത് വരുന്നൊരവസ്ഥയാണ്. ഇതിൽ ഈ അവസ്ഥക്ക്, ഈ ഇൻഫെർട്ടിലിറ്റിക്ക് നമുക്ക് ലക്ഷണങ്ങൾ ചിലത് കാണിക്കാം. അതായത് ഇൻഫെർട്ടിലിറ്റിക്ക് സാധ്യത വരുന്ന ചില ലക്ഷണങ്ങൾ. പക്ഷെ അത് കൂടുതലും കാണിക്കുന്നത് സ്ത്രീകളിലാണ്. പുരുഷന്മാരിൽ നമുക്ക് ലക്ഷണങ്ങൾ പ്രകടമാവില്ല. അത് നമുക്ക് ചില ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്ത്രീകളിൽ എപ്പോഴും പല ലക്ഷണങ്ങളും അവർക്ക് വന്ധ്യതയ്ക്ക് കാരണമായേക്കാവുന്ന ലക്ഷണങ്ങൾ അവർ പ്രകടിപ്പിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി, അതായത് മാസമുറയിലെ വ്യതിയാനം, അത് ചിലപ്പോൾ പീരീഡ്സ് ആവാതെ നിൽക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടുപ്പിച്ചാവുക, അതുപോലെ തന്നെ ബ്ലീഡിങ് കൂടുതലാവുക, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ അത് വെച്ച് നമുക്കറിയാൻ പറ്റും അവർക്ക് വന്ധ്യതയ്ക്ക് കാരണമായേക്കാവുന്ന ചില രോഗലക്ഷണങ്ങളാണത്. അപ്പം സ്ത്രീകളിലാണ് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത്. പുരുഷന്മാരെ നമുക്ക് ചില ടെസ്റ്റുകൾ ചെയ്തിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചില ലക്ഷണങ്ങളില്ലാതെ തന്നെ സ്ത്രീകളും വന്നേക്കാം. അപ്പോൾ അവരിൽ നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുക്കുന്നു, അതിനുശേഷം നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്യുന്നു. ഇതിൽ ഇന്നിപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് കാരണമായേക്കാവുന്ന ചില കാരണങ്ങളാണ്. അതൊന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് യൂട്രസ്, അതായത് ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഓവറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഈ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ വന്ധ്യതയ്ക്കുള്ള കാരണം. യൂട്രസിൻ്റെ അനോമലീസ് വരാം. അത് ജന്മന ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് യൂട്രൈൻ അനോമലീസ്. അതുപോലെ തന്നെ ട്യൂബിന് ബ്ലോക്ക് വരുന്നത്, അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലും ചില അനോമലീസ്, അബ്നോർമാലിറ്റീസ് വരാം. അതുപോലെ തന്നെ ഓവറി ഒന്നുകിൽ ഓവുലേഷൻ നടക്കാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ ഓവറിയിൽ വല്ല സിസ്റ്റുകളോ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ഇതുപോലെ വരുന്ന രോഗാവസ്ഥകളുണ്ട്. പിന്നെ ഹോർമോൺ സംബന്ധമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന PCOD പോലെ, അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം, പിന്നെ ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ തുടങ്ങിയ അവസ്ഥകളും. ഇതെല്ലാമാണ് സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് പ്രധാനമായിട്ടും കാരണമായി വരുന്നത്. ഇത് നമ്മൾക്ക് അവരുടെ ഹിസ്റ്ററിയിൽ നിന്നും അവരുടെ എക്സാമിനേഷനിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ടെസ്റ്റുകൾ ചെയ്തിട്ടും നമുക്ക് കണ്ടെത്താവുന്നതാണ്.